ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് കാണിക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ചായയൊക്കെ വെച്ചിട്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ അത്ര പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതുകൊണ്ട് ഇതുപോലെ തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റാണ് അകമൊക്കെ ഇരിക്കുന്നത്. അതുപോലെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല രസമാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആകും, നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 2 ഏത്തപ്പഴമാണ്. തൊലിയൊക്കെ ഇങ്ങനെ കറുത്ത പഴമാണ് എടുത്തത്. പിന്നെ കറുത്ത അല്ലെങ്കിൽ നല്ല പഴുത്ത പഴം വാങ്ങണമെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ആ സൈഡിൽ അകത്തൊരു കറുത്ത നാരുണ്ടല്ലോ, അത് എടുക്കാതിരിക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടില്ല. നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം അടുപ്പത്തോട്ട്. ഞാനിപ്പോൾ അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിനി അതിനകത്തോട്ട് ചേർക്കേണ്ടത് കുറച്ച് കാഷ്നട്ടാണ്. ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ കാഷ്നട്ടാണ് ചേർത്തിരിക്കുന്നത്. 1 സ്പൂൺ, ഒരു 5-6 കാഷ്നട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. 1 സ്പൂണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്നവരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഴം നല്ലപോലെ പഴുത്തതാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും പഴം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ലപോലെ റെഡിയായി വരുന്നതാണ്. കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്, ഒത്തിരി തീ വെക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മുടെ പഴം ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് റവയാണ്. വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് റവയും പഴവും കൂടി നല്ലപോലെ മിക്സ് വരുന്നത് വരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ലപോലെ ഇളക്കി അതുമായിട്ട് മിക്സ് ചെയ്ത് വരെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ രണ്ടും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും കൂടിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പാലാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിന് പാലും കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ യോജിച്ച് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിയാണ് ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അത് വെള്ളമായി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി യോജിപ്പിച്ചെടുത്തിട്ട് ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അപ്പോൾ എത്തിച്ചേരും. കണ്ടോ, ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെന്തിരിക്കുവാണ്. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളിത് വേവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുവാണ്. നമുക്ക് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണം. കണ്ടോ, ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കിതിനെ ചെറിയ ബോളുകളാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എണ്ണയോ നെയ്യോ ഒന്നും തുടക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ തന്നെ നല്ലപോലെ നമുക്ക് ബോൾസായിട്ട് കൈ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഓരോന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം.
ഇപ്പം തന്നെ ഇത് കഴിക്കാൻ റെഡിയാണ്. പക്ഷേ നമുക്ക് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആദ്യം എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളെല്ലാം നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 7 എണ്ണത്തിൻ്റെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിന് ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. ഈ സൈസിന് വേണ്ടി നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി പോലത്തെ ഒരു ചട്ടിയാണ് അടുപ്പത്തോട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ശകലം നെയ്യ്, വളരെ കുറച്ച് മതി കേട്ടോ, ഒരു ഡ്രോപ്പ് മതി, അത്രയും മാത്രം നെയ്യ് നമുക്ക് ഓരോ അപ്പക്കാരിയുടെ കുഴിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നെയ്യ് മതി കേട്ടോ, ഒട്ടും വേണ്ട. ഇനി നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ഇപ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസൊക്കെ വെച്ച് കൊടുക്കുവാണ്. ഇതിപ്പോൾ ഓൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് നമുക്ക് പുറം മാത്രം ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റും. ഒട്ടും സമയം എടുക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കുകയും ചെയ്യാം. മീഡിയം സൈഡിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈവനിങ്ങിലൊക്കെ നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, അകമൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.